ലഹരി വ്യാപനത്തിനെതിരെയുള്ള ബോധവൽക്കരണ പ്രചരണ രംഗത്ത് മാധ്യമ കൂട്ടായ്മയും കൈകോർക്കുന്നു. ഇതു സംബന്ധിച്ച് തലശ്ശേരി പ്രസ് ഫോറത്തിൽ സംഘടിപ്പിച്ച ആലോചനാ യോഗത്തിൽ പ്രമുഖ വ്യക്തികളും വിവിധ തൊഴിലാളികളും സാമൂഹിക സാംസ്കാരിക സംഘടനാ നേതാക്കളും സംബന്ധിച്ചു. ലഹരി വിപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ അണിചേരാൻ മാധ്യമ കൂട്ടായ്മയായ പ്രസ് ഫോറത്തിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറിയും ഒരുങ്ങി. ഇത് സംബന്ധിച്ച് പ്രസ് ഫോറത്തിൽ സംഘടിപ്പിച്ച ആലോചനാ യോഗത്തിൽ പ്രമുഖ വ്യക്തികളും വിവിധ തൊഴിലാളി സാമൂഹ്യ സാംസ്കാരിക സംഘടനാ നേതാക്കളും സംബന്ധിച്ചു. ഓട്ടോ മേഖലയിലും മത്സ്യമേഖലയിലും തൊഴിലാളികളെ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ പങ്കെടുക്കാൻ പ്രാപ്തരാക്കുന്നതിനായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകൾ നൽകാനും നഗരത്തിലെ കണ്ണായ സ്ഥലങ്ങളിൽ ലഹരിക്കെതിരെയുള്ള സന്ദേശ പ്രചരണ സ്റ്റിക്കറുകൾ പതിക്കാനും ലഹരി ഉപയോഗ കൈമാറ്റ വിവരങ്ങളും സൂചനകളും പോലീസിനെയും എക്സൈസിനെയും അറിയിക്കാനുള്ള പ്രത്യേക ഫോൺ നമ്പറുകൾ പ്രദർശിപ്പിക്കാനുമാണ് യോഗ തീരുമാനം. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ, പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറി സെക്രട്ടറി P ദിനേശൻ, പ്രസ് ഫോറം സെക്രട്ടറി അനീഷ് പാതിരിയാട് എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന ആലോചനാ യോഗത്തിൽ നിർഭയ കോർഡിനേറ്ററും പ്രമുഖ സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ VV ജിൻസി, പോലീസ് ഇൻസ്പെക്ടർ PA ബിനു മോഹൻ, എക്സൈസ് ഇൻസ്പെക്ടർ K സുബിൻ രാജ്, റിട്ടയർഡ് എക്സൈസ് കമ്മീഷണർ PK സുരേഷ്, വിവിധ സംഘടനാ നേതാക്കളായ TB ശ്രീധരൻ, P ജനാർദ്ദൻ, പാലക്കൽ സാഹിർ, മേജർ P ഗോവിന്ദൻ, പ്രതിഭ, പാലയാട് രവി, പാലക്കൽ സാഹിർ, മേജർ P ഗോവിന്ദൻ, പ്രതിഭ, VV വേണുനാഥ് തുടങ്ങിയവർ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി. യോഗത്തിൽ പ്രസ് ഫോറം പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറി കമ്മിറ്റിയുടെ ഇതര ഭാരവാഹികളും അംഗങ്ങളും പങ്കെടുത്തു. പറയാനുള്ള ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അത് ആളുകൾ നമ്മളോട് കോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. മാത്രമല്ല, ഈ ഓട്ടോ തൊഴിലാളി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ പകല് കാണുന്ന ടൗൺ അല്ല രാത്രിയിലെ ടൗൺ. പലപ്പോഴും ഇപ്പം നൈറ്റ് ലൈഫ് നമ്മുടെ തലശ്ശേരിയിലൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മുന്നേയൊക്കെ നമ്മൾ 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ 11 മണിക്ക് ശേഷം ആളുകളെ കാണാത്തൊരു സിറ്റുവേഷൻ നമ്മുടെ ടൗണിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് നോക്കിയാൽ പകലുള്ളതിനേക്കാൾ കൂടുതൽ ചെറുപ്പക്കാരെ കാണുന്നത് രാത്രിയാണ്. പ്രത്യേകിച്ച് ടൗണിൽ നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിൽ BMB സ്കൂളിൻ്റെ ഭാഗത്തൊക്കെ ആളുകളുടെ ന്യൂസ് സെൻറ്റേഴ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ആളുകളാണ് കൂടുതലും വരുന്നത്. നമ്മൾ തലശ്ശേരി പ്രദേശത്തുകാരല്ല. കോഴിക്കോടുള്ളവർ, നാദാപുരമുള്ളവർ, മാട്ടൂരിലുള്ളവർ, പയ്യന്നൂരുള്ളവരൊക്കെയാണ് ഇവിടെ വന്നിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വരുന്ന അവസരത്തിൽ അവർ ഏത് ആവശ്യത്തിന് വരുന്നു, അവർ നല്ല കാര്യത്തിന് വരുന്നു പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതുപോലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വിൽപ്പനയ്ക്കോ മറ്റോ ആണോ വരുന്നത് എന്നുള്ളത് പലപ്പോഴും പോലീസ് കാണാൻ സാധിക്കില്ല. കാരണം രാത്രി നോക്കുന്ന ഒരു പോലീസ് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവരൊന്നും പോലീസ് ശ്രദ്ധപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ടീം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നേരിട്ട് ഇടപെടുന്നില്ല. നമുക്കത് പോലീസിനെ അറിയിക്കുക അല്ലെങ്കിൽ എക്സൈസിനെ അറിയിക്കുക ചെയ്താൽ നടപടികൾ എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ റീഹാബിലേഷൻ്റെ ഒരു പ്രോസസ്സും കൂടി ഇപ്പോൾ പോലീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ നിയമം ശക്തമായി നടപ്പാക്കുന്നതോടുകൂടി ഈ റീഹാബിലേഷൻ്റെ ഒരു പ്രോസസ്സും കൂടി നടപ്പിലാക്കുന്നതാണ് ഞങ്ങളുടെ പോലീസിൻ്റെ ഭാഗത്തുള്ള ഒരു അഭിപ്രായം. കാരണം ഒരാളിപ്പോൾ എപ്പോഴും നമ്മൾ പൊതുവിലുള്ള മലയാളികളുടെ സ്വഭാവമാണ്. ഒരുത്തൻ മദ്യപിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഞ്ചാവ് വിൽക്കുന്നുണ്ടെങ്കിൽ അവനെ അപ്പുറത്തിന് എഴുതി തള്ളും. അവൻ കഞ്ചാവ് കാരണം അവനൊന്നും കൊള്ളൂല എന്നുള്ളതൊക്കെ. തിരിച്ച് അയാൾക്ക് ചിലപ്പോൾ അയാളൊരു ഇരയായിരിക്കും അല്ലെങ്കിൽ അയാൾക്ക് അറിയാതെ വിട്ടുപോയായിരിക്കും. തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ നമ്മൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ അത് എന്നേക്കുമായിട്ട് കൂടുതൽ ആളുകളിലേക്ക് അത് നീണ്ടുപോകാൻ മാത്രമേ ഉള്ളൂ.